കടക്കാവൂർ പുല്ലാങ്കുഴൽ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന നൃത്തനാടകം വേദിയിൽ ആരംഭിക്കുന്നു. ഞാൻ തരൂല. നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണം കെടും അളിയാ. അപ്പൊ നിനക്ക് മാനക്കേടുണ്ടല്ലോ. കഴിഞ്ഞ വർഷം ഇവിടെ ബാല്യ കളിക്കാൻ വന്ന നീ എന്റെ സൽസ്വഭാവിയായ പെങ്ങളെയും വിളിച്ചിറക്കോട്ട് പോയതല്ലോ നീ. സൽസ്വഭാവി. ഞാൻ ബാല കളിക്കാൻ വേണ്ടി വന്നിറങ്ങിയ സമയത്ത് ആദ്യം അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ച്. ഞാൻ മേക്കപ്പ് ചെയ്തോണ്ടിരുന്നപ്പോഴും അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ച്. ഞാൻ ബാല കളിച്ചോണ്ടിരുന്നപ്പോഴും അവളെന്നെ നോക്കി ചിരിച്ച്. അവസാനം ബാല കഴിഞ്ഞ് ഞാൻ ബൈക്കിൽ കയറിയപ്പോ എന്റെ പുറകെ വന്നിരുന്നിട്ട് പറയണ് ഞാനും പറഞ്ഞെണ്ണാന്ന്. ഭയങ്കര സൽസ്വഭാവം തന്നെ. എന്നാലും ഞാൻ ആലോചിക്കണം, അവൾക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ള പെണ്ണാണ്, നിന്റെ കൂടെ എന്തിനാ ഇറങ്ങി വന്നവള്? ഭയങ്കര വിദ്യാഭ്യാസം തന്നെ. കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേന്ന് എന്റെ അടുത്ത് പറയണ് അണ്ണാ സീരിയൽ ഇട്, എനിക്കൊന്ന് TV കാണണമെന്ന്. ഞാൻ TV ഇട്ട് കൊടുത്ത്. വെറുതെ ഞാൻ ഒരു കുശലം ചോദിക്കാൻ വേണ്ടി അവളുടെ അടുത്ത് ചോദിച്ച് TV കണ്ടുപിടിച്ചതായിരുന്നു. അപ്പൊ നിങ്ങളെ വിദ്യാഭ്യാസമുള്ള അനിയത്തി പറയാണ് പുലേനാർ കോട്ടയിലെ ഒരു ഡോക്ടറെന്ന്. ഭയങ്കര വിദ്യാഭ്യാസം തന്നെ. എടാ അത് പറയാൻ നിനക്ക് എന്തോന്ന് യോഗ്യത ഉണ്ടാ? യോഗ്യത കലാകാരൻ, തികഞ്ഞൊരു കലാകാരൻ. എന്റെ അച്ഛൻ പറഞ്ഞു ഞാനൊരു കലാകാരനാണ്, നീ ബാലയുടെ ഡ്രസ്സ് ഇട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലായി. എടാ അത് വേറൊന്നും കൊണ്ടല്ല, നിന്റെ തന്തയ്ക്ക് നിന്നെ തല്ലാൻ വയ്യാത്തോണ്ട് നാട്ടിൽ കൊട്ടേഷൻ കൊടുത്ത ഞാൻ വെച്ച് വെട്ടുവേ. ഞാൻ വെച്ച് എന്റെ വാളും കിരീടം എടുത്തു വെച്ചാണ് സാറേ. നീ ഏത് കൊട്ടാരത്തിലാ പഠനം? എന്നാലും എന്നെ കണ്ടിട്ട് രാജാവെന്ന് പറയരുത്. എടാ നിന്നെ സൂചിപ്പിക്കാൻ വേണ്ടി എനിക്ക് വേണമെങ്കിൽ അത് പറയാം, പക്ഷെ ഇത് കണ്ടോണ്ട് ഇത്രയും ആൾക്കാരിയ്ക്കുവാണ്. ഞാൻ എങ്ങനെയാണ് അത് പറയുന്ന? ആടാ നീ പുല്ലാങ്കുഴൽ വേണു. എനിക്ക് വേണ്ട, നീ എടുത്തോ ചോദിക്കൊടു. പുല്ലാങ്കുഴൽ വേണോന്ന് ചോദിച്ചു. പുല്ലാങ്കുഴൽ തിയേറ്റേഴ്സിന്റെ നടനാണ് വേണു. ആണല്ലേ? നീ ആടാ? ഞാൻ 5 ഏക്കർ മണിയെ. നിന്റെ വസ്തുവിന്റെ അളവ് ഞാൻ ചോദിച്ചില്ല, പേരാണ് ചോദിച്ചത്. പേര് പറയടാ. അല്ല സാറേ, എന്റെ വീട്ടുകാരുടെ ചേർത്താണ് പറഞ്ഞ 5 ഏക്കർ മണിയെന്ന്. തന്നെ? ഞാൻ ഇപ്പൊ 1.5 സെന്റിൽ ഒരു കൊച്ചു വീട് വെച്ച് താമസിക്കുന്നു. അത് ശരി. 1.5 സെന്റിൽ ഒരു വീടും വെച്ച് താമസിച്ചിട്ട് 5 ഏക്കർ മണിയെന്ന് പേരാ. 1.5 സെന്റിൽ ഒരു കൊച്ചു കോട്ട മണിയാത്തെന്താ? അതിന് അപ്പൊ ബേപ്പൂർ കോട്ട മണിയെന്ന് നിനക്ക് പേരിടായിരുന്നു. അപ്പൊ 5 ഏക്കർ എന്താടാ പ്രശ്നം? എന്താടാ സാറേ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം ഇവിടെ ബാലയ്ക്ക് വന്നതാണ്. എന്റെ പെങ്ങളെ കയ്യും കാലും കാണിച്ചവൻ വിളിച്ചിറക്കിട്ട് പൊക്കളഞ്ഞു. അറിയാമോ സാറിന്? എടാ ബാല കളിക്കാൻ വന്നിട്ട് നാട്ടിലെ പെമ്പിളരെ വിളിച്ചോണ്ട് പോക്കാണോ എന്റെ പരിപാടി? ആണാടാ? അത് സാറേ, ഞാനും തൊടുപുഴ രാജച്ചേട്ടനും ഭരതന്നൂർ ലീല ചേച്ചി ഇവിടെ വന്ന് പാല കഴിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടു, ഞാൻ വിളിച്ചോണ്ട് പോയി. ദാസേട്ടന്റെ സൗണ്ട് ഒക്കെ നല്ലതായിരുന്നു, പക്ഷേ പ്രവൃത്തി TG രവിയുടെ ആയിപ്പോയടാ. അവളെന്നെ വെറുതെ ഇഷ്ടപ്പെട്ടില്ല, പിന്നെ എന്റെ സുഗ്രീവൻ കണ്ടിട്ട് അവക്ക് എന്നെ ഇഷ്ടപ്പെട്ടത്. എങ്ങനെയാ? എന്റെ സുഗ്രീവൻ കണ്ടിട്ട് അവക്ക് എന്നെ ഇഷ്ടപ്പെട്ടത്. മണിയാ? ഓ ഇപ്പോഴത്തെ പെമ്പിളരൊക്കെ എങ്ങനെ? എനിക്ക് അറിഞ്ഞൂടാ സാർ. എടാ ഈ സുഗ്രീവൻ നീ വേറെ എവിടെയെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ? ഈ വേദിയിൽ ഇവിടെ മാത്രം ഒറ്റ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നന്നായി. ഇല്ലെങ്കിൽ ഇതുപോലുള്ള അളിയന്മാര് നിന്റെ വാളെടുത്തോണ്ട് ഇങ്ങനെ ഇതുപോലെ ഓടിയാനാ ഒരുപാട്. എന്റെ വാളക്ക് തരാൻ പറഞ്ഞു. ഞാൻ തരൂല സാറേ, അത് നിസ്സാരമാണെന്നല്ല, പിന്നെ വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ വാളാണ്. നീ എന്തൊക്കെയാണ് പറയണത്? ആദ്യം നിന്റെ വാളാന്ന് പറയുന്നു, ഇത് പിന്നെ ആരാ കട്ട വാളാന്ന് പറയുന്നത്? ആരെ വാളുടെ ഇത്? ആ സമിതിയിലെ വാളാണ്. സുമതിക്ക് എന്തിനാ വാള്? മീൻ കണ്ടിക്കാനാ? സുമതിയല്ല, സമിതിയുടെ വാള്. ഈ വാളും പിടിച്ചോണ്ട് ഞാൻ സ്റ്റേജിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മനായിട്ട് നിന്നിട്ട് ഡയലോഗ് ഉണ്ട് സാറേ. എന്താണ്? നീ വന്ന് വിട്ടായ, പോയ വിട്ടായ, ഇറക്കി വിട്ടായ, തിരിച്ചു വിട്ടായ. വേണു, കമ്മിറ്റിക്കാര് കഴിക്കാൻ ഇന്ന് എന്താ തന്നെ? ദോശയും കിഴങ്ങേറി. അപ്പൊ ഇരുന്ന് വിട്ടായാണ് കറക്റ്റ്. നീ എന്തൊക്കെ പറയുന്നത്? ഇത് കളിയാക്കരുത്. ഞാൻ ബാല കളിക്കാൻ പറമ്പിൽ ചെന്ന ജനസാഗരമാണ്. ജനസാഗരം സാറാ പറമ്പിൽ നോക്കിയാണ്. 2 കരിമ്പും 3 ബലൂണും അവന് ജനസാഗരം. അപ്പോൾ പിടിക്കാതെ. കഴിഞ്ഞ മാസത്തെ സ്റ്റേജിൽ നീ വന്ന് നോക്കാത്തത്? കഴിഞ്ഞ മാസത്തെ സ്റ്റേജിൽ ഞാൻ പോയായിരുന്നു. ഒരാൾ അധികം ഉണ്ടായിരുന്നു. ആര്? ഒരു പട്ടി. ഇവ കട്ടബൊമ്മനായിട്ട് വന്നതും പട്ടി സ്റ്റേജിൽ കയറി അവരെ കടിച്ച് 3 ആഴ്ച ഇടവൻ മൂലം പൊക്കി പിടിച്ചിട്ട് കിടന്നത്. കളിയാക്കരുത്. നമ്മളെ സ്റ്റേജിൽ ഭയങ്കരമായിട്ട് സാറിന്റെ അവിടെ നോക്കിയാൽ മതി. ഫസ്റ്റ് ഐറ്റം ഉണ്ടല്ലോ, ഒറിജിനലായിട്ട് നമ്മൾ മഴ പെയ്യിപ്പിക്കും. ആണല്ലേ? എന്തായാലും നന്നായി കേട്ടാ. ഇല്ലെങ്കിൽ ചിലപ്പോ കമ്മിറ്റിക്കാർ സ്റ്റേജ് കത്തിച്ചാലേ വിഷയാവും. ആദ്യം തന്നെ നനച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കത്തിക്കാൻ പറ്റില്ല. എന്റെ ചോറാണിത്, എന്റെ ചോറ്. ഇന്ന് പോകുന്ന സാറേ, എന്റെ അനിയത്തി ഇല്ലാത്ത വിഷമം ഞാൻ എങ്ങനെ മാറുന്നറിയാമോ? അവളെ ഓർമ്മയ്ക്ക് വേണ്ടി അവള് പണ്ട് കളിച്ച പാവക്കുട്ടി എടുത്തോണ്ട് നടക്കും, പവറട്ടിനെ എടുത്തോണ്ട് പറിക്കൊണ്ട് നടക്കും. അങ്ങനെ ഓരോ സാധനങ്ങളും ഞാൻ പറിക്കൊണ്ട് നടക്കും സാറേ. നീ ആക്രയും പറക്കി നടന്നിട്ട് ആ പെണ്ണിന്റെ പേര് കൊണ്ട് വെക്കണം എന്തിനാ? ആവശ്യമില്ലാത്ത അത് പറക്കൊണ്ടിരുന്നു, ഇത് പറക്കൊണ്ടിരുന്നു. അങ്ങനെ പറയരുത്. എന്റെ പെങ്ങൾ ഇറങ്ങിപ്പോയ മനോവിഷമത്തില് എന്റെ അച്ഛൻ നാട് വിട്ടുപോയി സാറേ, നാട് വിട്ടുപോയി. അച്ഛൻ നാട് വിട്ടുപോയി ഒരു പെണ്ണിനെ വിളിച്ചിറക്കൊണ്ട് പോയിട്ട്. മനസ്സാക്ഷിയോടാ ബാല കളിക്കാന്ന് പറഞ്ഞ് നടന്നിട്ട്.
പുള്ളി എവിടെ പോയ? പട്ടായയിൽ ഇപ്പൊ ചായക്കട നടത്തും. എവിടെ? പട്ടായയില്. എന്തോ അസുഖം എന്ന് പറഞ്ഞാൽ മനോദുഃഖോ? മനോവിഷമല്ല, മനോസുഖം. അവൻ ചായക്കട, അവൻ പെണ്ണിറങ്ങി പോകാൻ വേണ്ടി ഇരുന്നാടാ, പെട്ടെന്ന് പട്ടായ പോയി. സാറേ, സാറൊരു കാര്യം മനസ്സിലായി. സാറൊക്കെ ഇവന് മാത്രമാണോ പെങ്ങളുള്ളത്? എനിക്കുണ്ട് ഒരു പെങ്ങള്. അവക്ക് ഞാൻ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ടയറാത്ത് ഗുജറ് കമ്പനിയിൽ എത്ര വർഷം പോയെന്നറിയാമോ? എവിടെ? ടയറാത്ത് ഗുജറ് കമ്പനിയിൽ. അവക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പോയ സമയത്ത് കുറച്ച് വിദ്യാഭ്യാസം നീ എടുക്കാത്ത എങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാ ഗുജറാത്ത് ടയർ കമ്പനിയിൽ. സാറേ, സാറിനൊരു കാര്യം അറിയാമോ? ഇത് ഏറ്റവും വലിയ വിഷമമെന്നറിയാമോ? ഇല്ല. ഞാനും എന്റെ പെങ്ങളോട് 7 വയസ്സിന് വ്യത്യാസമുണ്ട്. അതിന്റെ പരാതി എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പട്ടായയിൽ ചായക്കട നടത്തുന്നവരുടെ വ്യത്യാസം. അവന് മാത്രമേ പെങ്ങൾ സ്നേഹമുള്ളൂ. എവന്റെ പെങ്ങളെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാവോ? അവള് കരഞ്ഞാ ഞാനൊന്ന് കരയും, അവള് വീണാ എനിക്കൊന്ന് നോവും, അവൾ ഉണ്ടില്ലെങ്കിൽ ഞാൻ ഉണ്ണും. അയ്യോ അങ്ങനല്ലല്ലോ, ഉണ്ടില്ലെങ്കിൽ ഉണ്ണൂലെന്നല്ലേ. എനിക്ക് ഷുഗർ ഉണ്ട്, കൈ ഉറയ്ക്കും. അവക്ക് ഷുഗർ ഇല്ലല്ലോ. അങ്ങനെ. സാറേ, ഇപ്പൊ മനസ്സിലായ എന്റെ പെങ്ങളെ അവർക്ക് കഷ്ടപ്പെടുത്തണം. എന്താ കഷ്ടപ്പെടുത്തുന്നത് സാറേ? ഞാനൊരു ആണല്ലേ, എന്നൊരു പുരുഷനായിട്ട് അവള് കണ്ടിട്ടില്ല. വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്യണം. പാത്രം കഴുകണം, തുണി കഴുകണം, മുറ്റമടിക്കണം. ഇതെല്ലാം ചെയ്തിട്ടും എനിക്കൊരു പുരുഷന്റെ സ്ഥാനം അവള് തരത്തില്ല സാറേ. വേണോ ഇനി വേടാ വേണോ? ഇതെല്ലാം ചെയ്തിട്ട് നീ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാ അവള് സ്ഥാനം തരുന്നതിന്? എനിക്ക് മേടിച്ചോ സാറേ? വാള് മേടിച്ച് തരണമെങ്കിൽ അതിൻ്റെതായ രീതിയുണ്ട്. എന്തുകൊണ്ട്? രണ്ടുപേരും പെറ്റി അടയ്ക്കണം എനിക്ക്. സാറിന് പെറ്റി അടക്കണം. സാറ് പോയി പെറ്റി അടച്ചാ പോലെ സാറേ, നമ്മളെന്തിനു പോയി പെറ്റി അടയ്ക്കണം? എടാ അതല്ല, നിങ്ങൾ രണ്ടുപേരും എനിക്ക് 5000 രൂപ പെറ്റി അടയ്ക്കണം. എന്തിന്? പബ്ലിക് ന്യൂസൻസ്. പബ്ലിക് ന്യൂസൻസ്. ഗ്രഹണം മാറ്റിച്ചല്ലോ, അതിനൊരു സമയമുണ്ട്. സൂപ്രണ്ട് ഓഫ് ദ പോലീസ് ഒരു നാൾ അത് ഗ്രഹണം വായിച്ച് തിരിച്ചു വരും. വേണു, ഓ നീ കുനിയണോ അതോ ഞാൻ കുനിക്കണോ? എന്തിന് ഈ പോലീസുകാർ നമ്മളെ വണ്ടിയിലേക്ക് കയറാൻ വരുന്നത്? എന്തിന് പോലീസുകാർ നമ്മളെ വണ്ടിയിൽ? എടാ രണ്ടുപേരും വ്യക്തമായിട്ട് പറയണം പോലീസിന്റെ മീനിങ് എന്താന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോയാൽ മതി. ഒരു ബഹളം വെക്കാൻ നടക്കുന്നു. സാറേ, പോലീസിന്റെ മീനിങ് എനിക്കറിയാം. പറയടാ. പോലീസിന്റെ പി എന്ന് പറഞ്ഞാ പിസില്, ഓ എന്ന് പറഞ്ഞാ ഓടിച്ചിട്ട് പിടിക്കും, എല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ പിടിച്ച നമ്മളെ ഇടിച്ച് എല്ലൊടിക്കും, ഐ എന്ന് പറഞ്ഞാൽ ഈർക്കിലിന്റെ പരിപാടി, പിന്നെ ICE ഇത് പണ്ട് നമ്മളെ ഇവിടെ ഇരുന്ന മറ്റേ നമ്മളെ SI പേരില്ലേ ഐസക്ക്. വേണു, നിനക്ക് എപ്പോഴും ഇത് വേണം. ഞാനേ അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. ഹലോ നന്ദു, ഈ പോലീസിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്താണ്? എന്തോ ആണല്ലേ? ഇപ്പൊ നോക്കിയിട്ട് പറയാൻ സാർ അത് നോക്കിയിരിക്കുന്നത് മേടിച്ച് സാറേ, ഞാൻ അത് മേടിച്ചു തരാം. അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യ്. കമ്മിറ്റിക്കാര് പിടിച്ചു വെച്ചേക്കുന്നത് എന്റെ തൊപ്പിയും കോസ്റ്റ്യൂമും ഇനി മേടിച്ചാടാ. മനസ്സിലായില്ല? ഇന്നലെ നാടകം കളിക്കാൻ വന്നപ്പോഴേ കമ്മിറ്റിക്കാര് എന്റെ തൊപ്പിയും കോസ്റ്റ്യൂമും അവിടെ പിടിച്ചു വെച്ചേക്കുന്നത് അത് മേടിച്ചതാ. അപ്പൊ സാറ് ക്ലൈമാക്സ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കണം. കൊല്ലം തുളസി പ്രശസ്ത നാടക നടൻ